കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ വിവാദത്തിന്റെ തുടർചലനങ്ങൾ വരും ദിവസങ്ങളിൽ രൂക്ഷമായേക്കും. വിമർശനവുമായി രംഗത്തുവന്ന മുതിർന്ന നേതാക്കളെ അനുനയിപ്പിക്കുന്നതാകും പ്രധാന വെല്ലുവിളി. ലീഗിന് അവസാന ടേം ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊടുക്കുന്നതിൽ ജില്ലാ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അതൃപ്തി തുടരുന്നു. കൊച്ചി കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനുള്ളിലുണ്ടായ പടലപ്പിണക്കത്തിന്റെയും ഭിന്നിപ്പിന്റെയും അലയൊലികൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് മേയറുടെ ഔദ്യോഗിക സ്ഥാനമേൽക്കലിനൊപ്പം നിന്നെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തിനയച്ച പരാതിയിലടക്കം മറുപടി കിട്ടിയേ മതിയാകൂവെന്ന നിലപാടിലാണ് ഒരു വിഭാഗം. ദീപ്തി മേരി വർഗീസിനെ ലത്തീൻ സമുദായത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി വെട്ടിനിർത്തിയെന്ന ആക്ഷേപത്തിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴും മറുപടിയില്ല. ലീഗിന് അവസാന ടേം ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊടുത്തതിൽ ജില്ലാ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ടെന്നതും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും. 76 അംഗ കൗൺസിലിൽ മേയറായ VK മിനിമോൾക്കാകട്ടെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. കൊച്ചിയിലെ വെള്ളക്കെട്ട്, മാലിന്യ പ്രശ്നം എന്നിവയിൽ ഇടതു ഭരണത്തിന് കീഴിൽ കോർപ്പറേഷൻ അമ്പെ പരാജയമായിരുന്നു. നഗരത്തിന്റെ വികസനത്തിനേക്കാൾ ഉപരി മാലിന്യത്തിന്റെയും വെള്ളക്കെട്ടുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയെന്നത് ഒരു വെല്ലുവിളിയാണ്. ജനം, കൊച്ചി.